പുനഃപ്രതിരൂപം ആഗമനം ഈ ഇങ്ങനെ ഈശ്വരൻ പ്രകടമായി ഓരോരോ രൂപത്തിലായി മനുഷ്യനായി ആ പുരുഷനായി സ്ത്രീയായി പല രൂപത്തിലായി ശിശുവായി വൃദ്ധനായി ഈശ്വരൻ എന്തിനാ ഇങ്ങനെയാകുന്നത് കിമർത്ഥം പുനഃ പ്രതിരൂപം ആഗമനം ആ പ്രകടഭാവം ഓരോ രൂപത്തിനുമനുസരിച്ച് തസ്യ ഈശ്വരസ്യ അത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഇത് ആ പൂർണ്ണനായ ഈശ്വരൻ എന്തിന് ഈ അപൂർണമായ സൃഷ്ടിയെ ഉണ്ടാക്കിയെന്നൊക്കെ സാറിന് ചോദിക്കാറുണ്ട്. നിർഗുണമായ പരബ്രഹ്മം എങ്ങനെ ഇതായി? അതിനൊരു സമാധാനം വേണമല്ലോ. പല സമാധാനമുണ്ട്. ഒന്നുകൂടെ പറയുന്നു. തദസ്യ രൂപം പ്രതിചക്ഷണായ. ഇത് പല ഭാഗത്തും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ മൂലരൂപം ഇവിടെയാണ് വരുന്നത്. ഇതിന് പൂർണ്ണനായ സച്ചിദാനന്ദ രൂപനായ ഈശ്വരൻ ഈ സൃഷ്ടി എന്ന് പറയുന്ന കോലാഹലത്തിൽ ഇടപെട്ടു. എന്തിനു വേണ്ടി? തദസ്യ ഈ സൃഷ്ടി തത് ഈ പ്രതിബിംബ രൂപം എന്ന് പറഞ്ഞല്ലോ, ഈ പ്രകടമായ രൂപം എന്ന് പറഞ്ഞാൽ ഈ ജീവഭാവം എന്നർത്ഥം. സൃഷ്ടിയുടെ ഫലമായിട്ടാണല്ലോ ഈ ജീവഭാവം ഉണ്ടായത്. അത് അസ്യ ഈശ്വരസ്യ എന്നർത്ഥം. ഈ ജീവഭാവം എന്തിനു വേണ്ടി? അസ്യ ആത്മനഃ എന്നുവെച്ചാൽ പരമാത്മാവിന്റെ സൃഷ്ടി എന്തിനു വേണ്ടി? പരമാത്മാവിൽ ജീവഭാവം എന്തിനു വേണ്ടി? സാധാരണ എല്ലാവരും ചോദിക്കുന്നത് ഇല്ലാതിരുന്നാൽ പോരെ, അതിലെ സ്വസ്ഥം. നേരത്തെ പറഞ്ഞു പ്രജ്ഞാനഘനം. പ്രജ്ഞാനഘനമായിരുന്നാൽ പോരെ, എന്തിനാ ഈ ജീവഭാവത്തിൽ വരുന്നു? പിന്നെ പറയുന്നത് ബന്ധമാണ്, മോക്ഷമാണ്, സുഖദുഃഖങ്ങളാണ്. ഇതൊക്കെ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ എന്തിനു വരണം? തദസ്യ അസ്യ ആത്മനഃ പരമാത്മാവിന്റെ തദ്രൂപം, ഈ ജീവരൂപം, ഈ ഭാവം, ബന്ധനം എന്ന് പറയുന്ന ഈ ഭാവം അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്ന പ്രതിചക്ഷണായ പറയുന്നു. പ്രതിഖ്യാപനായ, അത് ബോധിക്കുന്നതിന് വേണ്ടി എന്നർത്ഥം. പ്രതിഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പ്രഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തന്റെ സച്ചിദാനന്ദ രൂപത്തെ പ്രഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതിഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് സ്വയം പ്രകടമാകുന്ന ഈ നാനാരൂപത്തിൽ. അപ്പം നാനാരൂപത്തിൽ പ്രകടമായതുകൊണ്ടാണ് അതിന് സ്വയം തന്റെ സച്ചിദാനന്ദ രൂപത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്. പ്രജ്ഞാനഘനമായിരുന്ന അത് സാധ്യമല്ല. അതാ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത സുഷുപ്തി. സുഷുപ്തിയിൽ അത് സ്വസ്വരൂപസ്ഥിതനായിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അതിന് ആത്മജ്ഞാനിയാകാൻ കഴിയുമില്ല. ആത്മബോധം ഉണ്ടാകാൻ പറ്റും. അതിന് പറയാൻ പറ്റും ഞാൻ സച്ചിദാനന്ദനാണ്, ഞാൻ ബ്രഹ്മമാണ്, തത്വമസി. ഇത്തരത്തിലുള്ള യാതൊരു വ്യവഹാരവും സാധ്യമല്ല. എന്തുകൊണ്ടത് പ്രജ്ഞാനഘന രൂപത്തിലിരിക്കുന്നു. പിന്നെ സൃഷ്ടി എന്താണ്? ജാഗ്രതത്തിലേക്ക് വരണം. ബാക്കി ഇത് മനസ്സിലാക്കണമെങ്കിൽ
ജാഗ്രതത്തിൽ വരുമ്പോൾ അവൻ പറയുന്നു തത്വമസി അഹം ബ്രഹ്മാസ്മി. ഇവിടെ ഗുരുവും ശിഷ്യനും എല്ലാം വരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ശാസ്ത്ര ആചാര്യാദന പ്രഖ്യാപനായ. പ്രതിഖ്യാപനം എന്ന് വെച്ചാൽ പ്രഖ്യാപനം. അപ്പൊ ജാഗ്രതത്തിൽ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ശാസ്ത്രം വരുന്നു, ആചാര്യൻ വരുന്നു, ശിഷ്യം വരുന്നു. ഇതെല്ലാം ആ തത്വം തന്നെ. ശാസ്ത്രരൂപത്തിൽ വരുന്നതും അതിന് പറയുന്നു വേദം, ഈശ്വരന്റെ വചനം എന്ന് പറയുന്നു. നാമം നാമിയിൽ നിന്ന് അന്യമല്ല എന്ന് പറയും. അന്യമല്ല. അപ്പൊ ശാസ്ത്രരൂപത്തിൽ വന്നിരിക്കുന്നതും ആ പരമാത്മാവ് തന്നെ. ആചാര്യരൂപത്തിൽ വന്നിരിക്കുന്നതും പരമാത്മാവ് തന്നെ. ശിഷ്യരൂപത്തിൽ വന്നിരിക്കുന്നതും പരമാത്മാവ് തന്നെ. ഉപദേശരൂപത്തിൽ വന്നിരിക്കുന്നതും പരമാത്മാവ് തന്നെ. അതാണ് ശാസ്ത്ര ആചാര്യാദിന ഈ രൂപത്തിൽ വന്ന് പ്രഖ്യാപനായ. ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിരൂപം എന്ന് പറയുന്നു. ഇന്ന് സുഷുപ്തിയിൽ അത് പ്രജ്ഞാനഘനമായിരിക്കുന്നു. അവിടെ ഉറങ്ങിയാൽ പോരെന്ന് പറയുന്നു. അത് പരമാർത്ഥ അവസ്ഥയാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ജാഗ്രതത്തിൽ വന്നാലേ ഈ സച്ചിദാനന്ദത്തെ ബോധിക്കാൻ കഴിയും. ഗ്രഹണം ഇവിടെ സംഭവിക്കും. ഇവിടെ പറയാൻ പറ്റൂ താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ആണ് യതി നാമരൂപേ എന്ന വ്യാക്രിയതേ. ഈ നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്നാൽ, ഈ ജാഗ്രതയിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൃഷ്ടിയിലേക്ക് വരാതിരുന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത് തത്വമസി തത് എന്ന് പറയുന്നത് ആ സംപ്രസാദന കാണിക്കുകയാണ്. ആ സംപ്രസാദനായിരുന്നു കഴിഞ്ഞാൽ എന്താണ്? തഥാ അസ്യാത്മനോ നിരുപാധികം രൂപം പ്രജ്ഞാനഘനാക്യം ന പ്രതീക്ഷായേത. ഈ നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്നാൽ, ജാഗ്രതത്തിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ സൃഷ്ടി, ജാഗ്രതയാണ് സൃഷ്ടി. അസ്യാത്മനോ നിരുപാധികം രൂപം, അതിന്റെ ആ നിരുപാധികമായ രൂപം, അത് ഉദാഹരണത്തിനാണ് സുഷുപ്തി പറയുന്നത്. മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. സുഷുപ്തി എന്ന് പറയുന്നത് ചിന്തിച്ചില്ലെങ്കിൽ ഇതൊരിക്കലും മനസ്സിലാകത്തില്ല. പ്രജ്ഞാനഘനാഖ്യം, പ്രജ്ഞാനഘനം എന്നാണ് അതിനെ പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന വിധത്തിലുള്ള പ്രഖ്യാപനമില്ല, ഈ വെളിപ്പെടുത്തലില്ല അവിടെ. നമ്മൾ സാധാരണ പറയില്ല അയാൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തി, ഉദ്ഘോഷിച്ചു എന്ന് പറയുന്നു. സൃഷ്ടി എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രഖ്യാപനത്തിന്. ശാസ്ത്ര ആചാര്യാദി രൂപത്തിൽ, സർവരൂപത്തിലും ഈ കാര്യം തന്നെ ഇനി വിശദീകരിക്കും. സർവരൂപത്തിലും ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. തത്വം വെളിപ്പെടണം, അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ട് അത് സ്വയം ഇങ്ങനെ പ്രകടമാകുന്നു. അതുകൊണ്ടത് രണ്ട് രൂപത്തിലും ഇരിക്കും. ഒന്ന് പ്രജ്ഞാനഘന രൂപത്തിലിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണർന്നു വന്ന് ജാഗ്രതത്തിൽ വന്ന് ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു. അവിടെ ഒന്നുമില്ല, നിരുപാധികമായി കേവലമായി സ്ഥിതി. ഇതിനു വേണ്ടി, ഇത് സൃഷ്ടി എന്തിനു വേണ്ടി? അതിന്റെ സമാധാനം പല സ്ഥലത്ത് ശ്രുതി പറയുന്ന ഇതാണ്. ആ സൃഷ്ടി എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാ? താൻ നിത്യമുക്തനാണ്. നിത്യമുക്തനായിരിക്കുന്നതിന് തനിക്കിനി മുക്തിയുടെ ആവശ്യമില്ല. മുക്തന് പിന്നെ എന്തിനാ മുക്തിയുടെ ആവശ്യം? പിന്നെ എന്തിനാ ഈ സൃഷ്ടി? ശരി, ഞാൻ നിത്യമുക്തനാണ്, എനിക്ക് മുക്തിയുടെ ആവശ്യമില്ല,
ഈ സൃഷ്ടി എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എന്താ തുടങ്ങുന്നത്? ഞാൻ നിത്യമുക്തനാണ്. താൻ നിത്യമുക്തനാണെന്ന് അറിയണമെങ്കിൽ ഈ സൃഷ്ടി വേണം. അതറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ബാക്കി ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. എന്തിനു വേണ്ടി സൃഷ്ടി? എന്തിനു വേണ്ടി ഇന്ന് സൃഷ്ടിയെന്ന് ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ്. നിത്യമുക്തനും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അവനിൽ ബന്ധനമില്ല. പിന്നെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടായത്? ബന്ധനത്തിൽ വന്നിട്ടല്ലേ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വന്നു. ഇത് വരാതിരുന്നാൽ മതി, പ്രശ്നം തീർന്നു. ആ സ്വസ്വരൂപത്തിലിരുന്നാൽ മതി. പക്ഷെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ നിത്യമുക്തനാണ് എന്ന് പറയാൻ കഴിയും. താൻ നിത്യമുക്തനാണ് എന്ന ആത്മബോധം അതുണ്ടാകും? ഉണ്ടാകത്തില്ല. അതാണ് ആത്മബോധം. താൻ നിത്യമുക്തനാണ്, തന്നിൽ ബന്ധനമില്ല, തനിക്ക് മോക്ഷത്തെ പ്രാപിക്കേണ്ടതില്ല, അത് തന്റെ സ്വരൂപമാണ്. ഇതാണ് ബോധം. ഈ ബോധം ഈ ജാഗ്രതത്തിലേക്ക് വന്നാലേ ഉണ്ടാകും. അതിനുവേണ്ടി നാമരൂപമായി പ്രകടമായി ആണ്. യതി ഈ നാമരൂപേ നവക്രിയത്തെ, ഈ നാമരൂപങ്ങളായി ഇങ്ങനെ പ്രകടമാകാതിരുന്നാൽ, അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞെന്താണ്? സ്വയമേവ നാമരൂപാത്മന അന്തർബഹിർഭാവേന കാര്യകാരണരൂപേണ ഉപസ്ഥിത. അവൻ തന്നെ നാമരൂപാത്മകമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈശ്വരനെ സൃഷ്ടിക്കുന്നതിന് വേറെ ഉപാദാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ തന്നെയാ സൃഷ്ടി. സ്വയം തന്നെ നാമരൂപാത്മകമായി പ്രകടമായിരിക്കുകയാണ്. അങ്ങനെ പ്രകടമായില്ലെങ്കിൽ നമ്മൾ ഈശ്വരൻ ആരാ പറയുന്നത്? ജാഗ്രത അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയാൻ പറ്റും. പ്രജ്ഞാനഘനമെന്ന് പറയാൻ കഴിയും. ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ ചിന്തിക്കാൻ പറ്റും. ബന്ധത്തെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ പറയാൻ പറ്റും. നിത്യമുക്തിയെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ അതിനുവേണ്ടി, ബന്ധമോക്ഷ വ്യവഹാരത്തിന് വേണ്ടി എന്നും പറയാം. തഥാ അപ്പോൾ എങ്ങനെയാണ് ഈ പ്രകടഭാവം വരുന്നത്? സ്യാത്മനോ നിരുപാധിക രൂപം, ആ നിരുപാധികമായ രൂപം. അപ്പോൾ ഇതിന്റെ വാസ്തവരൂപം ഇതാണ്. നിത്യമുക്തമാണ് തന്റെ സ്വരൂപം എന്നുള്ളത് ന പ്രതീക്ഷയേത. ഈ വ്യാകൃതി രൂപത്തിലുള്ള സൃഷ്ടി സംഭവിച്ചില്ലെങ്കിൽ ആർക്കും ബോധം ഉണ്ടാകത്തില്ല. അപ്പൊ സൃഷ്ടി എന്തിനു വേണ്ടി? ഈ തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി. അതാണ് സൃഷ്ടി. അത് പ്രതിഖ്യാപനായ ശാസ്ത്ര ആചാര്യാദി ഭേദേന തത്വപ്രകാശനായ. അതുകൊണ്ടാണ് പറയുന്നത് തത്വബോധത്തിന് ശാസ്ത്രം വേണം, ആചാര്യൻ വേണം എന്ന് പറയുന്നു. ശിഷ്യം വേണം, അതും വേണം. ശ്രവണം വേണം, മനനം വേണം, നിധ്യാസനം വേണം എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. അതെല്ലാമായിരിക്കുന്നതും ഈ പ്രജ്ഞാനഘനം തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയും? ആ പ്രജ്ഞാനഘനമായി സുഷുപ്തനായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ബന്ധമോക്ഷ വ്യവഹാരം നടന്നു. ആത്മാവ് നിത്യമുക്തം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സുഷുപ്തിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിയില്ല. അപ്പൊ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത, നിർഗുണത്തിൽ നിന്ന് സൃഷ്ടി, ഇത് രണ്ടും ഒന്ന് തന്നെ, രണ്ടല്ല. രണ്ട് കാര്യമല്ല പറയുന്നു. വ്യക്തമാക്കുന്നു. യഥാ പുനഃ കാര്യകരണാത്മന നാമരൂപേ വ്യാകൃതേ. എപ്പോഴാണോ, യഥാ പുനഃ എപ്പോഴാണോ, എപ്പോൾ
ജാഗ്രത്തിൽ എന്ന് മനസ്സിലാക്കണം. കാര്യകരണാത്മന, കാര്യകരണരൂപത്തിൽ, കാര്യമായി ശരീരം, കർണമായി ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം നാമരൂപേ വ്യാകൃതേ. അവിടെ നാമരൂപങ്ങൾ പ്രകടമായി അവിടെ പറയുന്നു. ഞാൻ, എന്റേത്, ശരീരം, ശബ്ദസ്പർശരൂപ രസഗന്ധം, ഈ ലോകം, ആ പ്രജ്ഞാനഘനമായ രൂപത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടാ ഈ വ്യവഹാരങ്ങളെല്ലാം ഇവിടെ വന്നതാ. ഇതെല്ലാം യഥാ പുനഃകാര്യകാരണ നാമരൂപേ വ്യാകൃതേ ഭവതഃ തഥാ. അപ്പോ ഇവിടെ ഈ ജാഗ്രത്തിൽ അസ്യരൂപം പ്രതീക്ഷായേത. അപ്പോൾ അവന്റെ ആ പരമാർത്ഥ സ്വരൂപത്തെ, രൂപം എന്ന് പറഞ്ഞാൽ പരമാർത്ഥ സ്വരൂപം, പ്രജ്ഞാനഘന രൂപത്തെ അവൻ വെളിപ്പെടുത്തുന്നു. അതെങ്ങനെ വെളിപ്പെടുത്തുന്നു? എന്ന് പറഞ്ഞ് ശാസ്ത്രാചാര്യാദി രൂപത്തിൽ അവൻ വെളിപ്പെടുത്തുന്നു. ഇനി എന്തിനാ സൃഷ്ടി? എന്തിനാ നിർഗുണ സഗുണമായി? ഇതിന് തന്നെ ഈ തത്വത്തെ പ്രകാശിപ്പിക്കാൻ തന്നെയാണ്. വേറെ ഒരു സമാധാനമില്ല. ബന്ധനത്തിൽ വന്നിട്ട് പിന്നെ മോക്ഷത്തിന് എന്തിനു ശ്രമിക്കണം? ബന്ധനത്തിൽ വരാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. ബന്ധനത്തിൽ വന്നാലേ മോക്ഷത്തിന് ശ്രമിക്കാൻ പറ്റും. ബന്ധമോക്ഷം കൊണ്ട തത്വം ഈ ബന്ധനത്തിൽ വന്നാലേ ഗ്രഹിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇങ്ങനെ വന്നു. നാനാരൂപമായി തോന്നുന്നു. ഏകരൂപത്തിലിരിക്കുന്നവൻ, ഏകരസത്തിൽ, ഏക സ്വഭാവത്തിലിരിക്കുന്നവൻ നാനാ സ്വഭാവത്തിലായി. അതാണ് യഥാ പുനഃ കാര്യകാരണാത്മന നാമരൂപേ വ്യാകൃതേ ഭവതഃ. എപ്പോഴാണോ കാര്യകരണ രൂപത്തിൽ നാമരൂപങ്ങൾ ഇങ്ങനെ പ്രകടമാകുന്നത്, തദാസ്യ രൂപം പ്രതീക്ഷായേത. അപ്പോൾ അവന്റെ രൂപം പ്രകടമാകുന്നു. അപ്പോൾ ഇനി വിഷയത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. എന്തിന് സൃഷ്ടി? നിർഗുണം എന്തിന് സഗുണമായി? എന്തിനീ സംസാരം? എല്ലാത്തിനും കൂടെ സമാധാനം പറഞ്ഞു.